പുഴയിൽ കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷിക്കാത്ത, ഞങ്ങളെ വളരെ വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കുട്ടി ഇന്നലെ രാത്രി അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 5 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പസമയം മുമ്പായിരുന്നു മരണം. മലപ്പുറം മുന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശി ഫതുവയാണ് മരിച്ചത്. ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഫതുവ. മുന്നിയൂരിലെ കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് കുട്ടിക്ക് പനിയും തലവേദനയും പിടിപെടുകയും പിന്നീട് രോഗം മൂർച്ഛിക്കുകയും ചെയ്തത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഫതുവയ്ക്ക് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. പല മരുന്നുകളും നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇന്ത്യയിൽ ഈ രോഗത്തിന് മരുന്നില്ലാത്തതിനാൽ പുറത്തുനിന്ന് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കൂടെ കുളിച്ച ബന്ധുക്കളായ 4 കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാക്കുകയും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ 4 കുട്ടികൾ രോഗലക്ഷണങ്ങൾ മാറിയതോടെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. 100% മരണനിരക്കുള്ള രോഗമാണ് മസ്തിഷ്ക ജ്വരമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. അതേസമയം മുന്നിയൂർ പ്രദേശത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷിക്കാത്ത, ഞങ്ങളെ വളരെ വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കുട്ടി ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പുഴയിൽ കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു പ്രശ്നം, ഈ കുട്ടി ശരിക്കും ചികിത്സ കിട്ടാതെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. കുട്ടിക്ക് രോഗം മൂർച്ഛിക്കുകയും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഇനിയെങ്കിലും മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. ഈ മരുന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇനിയെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് മുനീർ മാസ്റ്റർ, മുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ.